يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ ഒരു ചെറിയ പെരുന്നാൾ കൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായ ഒരവസരത്തിലാണുള്ളത്. അഥവാ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള വർഷത്തിലെ 2 ആഘോഷങ്ങളിൽ ഒന്നിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രത്യേകമായി 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു, ആഘോഷ ദിവസങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് ഈ പ്രത്യേകമായ ആഘോഷത്തിന്റെ ദിനങ്ങൾ എന്ന്. അവർ പറഞ്ഞു, ജാഹിലിയത്തിൽ ഞങ്ങൾ ആഘോഷമാക്കിയിരുന്ന ആഹ്ലാദിച്ചിരുന്ന ദിവസങ്ങളായിരുന്നു നബിയെ അത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ അദ്ഹാ വയൗമൽ ഫിത്ർ. ഇതാ നിങ്ങൾ ആഘോഷിച്ചു പോന്ന എല്ലാ ആഘോഷങ്ങൾക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ 2 മഹത്തായ ആഘോഷങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഒന്ന് ഈദുൽ അദ്ഹയാണ്, രണ്ടാമത്തേത് ഈദുൽ ഫിത്റാണ്, അഥവാ ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും. സഹോദരങ്ങളെ, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് വർഷത്തിൽ അല്ലാഹു നിശ്ചയിച്ച 2 ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ആഘോഷമാക്കാൻ മറ്റു ആഘോഷങ്ങളില്ല. ഈ 2 ആഘോഷങ്ങൾക്കുമുള്ള പ്രത്യേകത നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഇബാദത്തുകൾക്ക് ശേഷമാണ് ഈ ആഘോഷങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അഥവാ ബലിപെരുന്നാൾ മഹത്തായ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിശ്ചയിക്കപ്പെട്ട ആഘോഷ ദിനമാണ്. ചെറിയ പെരുന്നാളാവട്ടെ 1 മാസത്തെ നോമ്പിന്റെ ശേഷം അല്ലാഹു നിശ്ചയിച്ച ആഘോഷ ദിവസവുമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്, കാരുണ്യമാണിത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പറയുക നബിയെ, അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നിങ്ങൾ സ്വരുക്കൂട്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും ഉത്തമമാണ് ഈ പറഞ്ഞ റബ്ബിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷങ്ങളെല്ലാം റബ്ബിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി റബ്ബിനെ അനുസരിച്ച് ഇബാദത്തുകളിൽ മുഴുകി അതിനുശേഷം ലഭിക്കുന്ന സന്തോഷമാണ് മുഅ്മിനിന് മരണം വരെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷിക്കാനുള്ള വകുപ്പ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങുന്നതിലൂടെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് സുജൂദ് ചെയ്യാൻ തൗഫീഖ് നൽകി അവന്റെ
മുസ്ലിമീങ്ങളായ അടിമകളാക്കി നമ്മെ മാറ്റി എന്നുള്ളതാണ്. അതാണ് റബ്ബ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം, അതാണ് റബ്ബ് ചെയ്ത ഏറ്റവും വലിയ ഔദാര്യം. ഒരു മുഅ്മിനിന് അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്നതിൽ ഏറ്റവും സന്തോഷമാണ്. ഇതാ സഹോദരങ്ങളെ, ഇന്ന് ഈ ദിവസം നമ്മളതാ അള്ളാഹുവിന് സുജൂദ് ചെയ്തു, റബ്ബിനെ വാഴ്ത്തി തക്ബീർ ചൊല്ലി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുന്നിൽ പ്രാർത്ഥനകളുമായി വന്നിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം മറ്റൊന്നുമില്ല. കാരണം സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങാനും ഉദ്ദേശിച്ചാൽ കല്ലുകൾക്കും മരങ്ങൾക്കും ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും മുന്നിൽ സുജൂദ് ചെയ്യിക്കാൻ അവന് സാധിക്കുമായിരുന്നു നമ്മെ കൊണ്ട്. എന്നാൽ അവന് സുജൂദ് ചെയ്യുന്ന മുഖം, അവന് സുജൂദ് ചെയ്യുന്ന കൈകൾ, അവന് സുജൂദ് ചെയ്യുന്ന കാലുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ 7 അവയവങ്ങളിൽ നമ്മെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കുന്നു. ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതാണ് സഹോദരങ്ങളെ മുഅ്മിനിന്റെ ജീവിതത്തിൽ മുഅ്മിനിന് ഏറ്റവും വലിയ സന്തോഷം. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുദിനം, ഈ ആഘോഷം നമുക്ക് നൽകിയത് മഹത്തായ നോമ്പെന്ന ഇബാദത്തിന് ശേഷമാണ്. നോമ്പെന്നത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വിശപ്പും ദാഹവും അവന്റെ ആഗ്രഹങ്ങളും സഹിക്കുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ സന്തോഷത്തിലാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അത് പാലിച്ചുകൊണ്ടാണ് ഭക്ഷണവും പാനീയവും മനസ്സിന്റെ ഇച്ഛകളും വർജിച്ചിട്ടുള്ളത്. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, നോമ്പ് കൊണ്ട് ഒരു മുഅ്മിൻ സന്തോഷിക്കുന്നു. അതുപോലെ നിസ്കാരം കൊണ്ട്, രാത്രി നിസ്കാരം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ സന്തോഷിച്ചു. ആ രാത്രി നിസ്കാരം, അതല്ലാത്ത ഫർദ് നിസ്കാരങ്ങൾ, നിർബന്ധമായ നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണം, അതുപോലെ റബ്ബിനുള്ള ദിക്ർ, ഇതെല്ലാം സഹോദരങ്ങളെ ഒരു മുഅ്മിനിന് സന്തോഷം പകരുന്ന കാര്യമാണ്. എന്തൊരു സന്തോഷമാണിത് നിങ്ങൾ നോക്കൂ. ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണുള്ളത്? ഈ സന്തോഷത്തിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് സന്തോഷമാണുള്ളത് പ്രിയമുള്ളവരെ? കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗ്ഗങ്ങളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന റബ്ബിന്റെ ആയത്ത് അള്ളാഹുവിന്റെ കിതാബിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇബാദത്തുമായി, ആരാധനകളുമായി ബന്ധപ്പെട്ട സന്തോഷമാണ് മുഅ്മിനിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും. നോമ്പിനെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ലിസ്സായിമി ഫർഹതാൻ യഫ്റഹുമാ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്, അവൻ ആ 2 സന്തോഷങ്ങൾ കൊണ്ട് സന്തോഷിക്കും. ഇദാ അഫ്തറ ഫരിഹ, നോമ്പ് തുറക്കുമ്പോൾ അഥവാ ഈദാക്കുമ്പോൾ, പെരുന്നാളാക്കുമ്പോൾ ഒരു മുഅ്മിനിന് സന്തോഷമാണ്. അതാ സഹോദരങ്ങളെ, ഈ സന്തോഷം എന്നത് ദുനിയാവിലുള്ള സന്തോഷമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് വേഗത്തിൽ നൽകിയ സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ സുദിനത്തിലാണ് നമ്മൾ ഉള്ളത്. സന്തോഷിക്കാൻ, ചിരിക്കാൻ, ആഹ്ലാദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് വേഗത്തിൽ നോമ്പ് കഴിഞ്ഞ ഉടനെ നൽകിയിരിക്കുകയാണ്. ഇദാ അഫ്തറ ഫരിഹ വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. രണ്ടാമത്തെ സന്തോഷം എന്നത് പ്രിയമുള്ളവരെ, ഈ നോമ്പുമായി, നിസ്കാരവുമായി, ഈ ഇബാദത്തുമായി മുസ്ലിമായി, മുഅ്മിനായി നാളെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു നോമ്പുകാരൻ സന്തോഷിക്കുമെന്നുള്ളതാണ്. അതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സന്തോഷം. പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന സന്തോഷം എന്നത് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, എല്ലാ സുഖങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ, അതാ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ലതും ഞാൻ അധികരിപ്പിച്ചു നൽകട്ടെയോ? എല്ലാ സുഖങ്ങളും ലഭിച്ച, എല്ലാ ആസ്വാദനങ്ങളും ലഭിച്ച സ്വർഗീയ സുഖങ്ങൾ മുഴുവനും കൺകുളിർക്ക കണ്ട മുഅ്മിനീങ്ങൾ അതാ പറയുന്നു, റബ്ബേ, ഇനി എന്താണ് ഞങ്ങൾക്ക് അധികമായി വേണ്ടത്? നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല റബ്ബേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തില്ല റബ്ബേ, നീ ഞങ്ങളുടെ മുഖങ്ങൾ നീ വെളുപ്പിച്ചില്ല റബ്ബേ, പ്രകാശപൂരിതമാക്കിയില്ല റബ്ബേ, ഇനി ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിലുള്ള മറ നീക്കിക്കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ കൺകുളിർക്ക കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ നേരിൽ കാണാതെ റബ്ബിന്റെ കൽപ്പനകൾ മാത്രം കേട്ടുകൊണ്ട്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, വചനങ്ങൾ മാത്രം കേട്ടുകൊണ്ട് റബ്ബിനെ അനുസരിച്ച്, റബ്ബിന് കീഴൊതുങ്ങി, അല്ലാഹുവിനെ സുജൂദ് ചെയ്ത്, റബ്ബിന് വേണ്ടി നോമ്പെടുത്ത്, റബ്ബിന് വേണ്ടി ആരാധന ഇബാദത്തുകൾ മുഴുവനും നിർവഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭൂമിയിൽ, ദുനിയാവിൽ ഒരിക്കൽ പോലും കാണാത്ത മുഅ്മിൻ,
കൺകുളിർക്കിയതാ റബ്ബിനെ കാണുകയാണ്. സഹോദരങ്ങളെ, ഇത് വലിയ സന്തോഷമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിനെ ഒരു മുഅ്മിൻ അഥവാ മുഅ്മിനീങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതുവരെ കണ്ട എല്ലാ സുഖങ്ങളെക്കാൾ മുഅ്മിനീങ്ങൾക്ക് പിന്നെ ഏറ്റവും ആസ്വാദകരം, അവർക്ക് ഏറ്റവും പ്രിയങ്കരം റബ്ബിനെ നോക്കിക്കാണുക എന്നത് മാത്രമായിരിക്കും. സഹോദരങ്ങളെ, മുഅ്മിനിനെ നോക്കൂ നിങ്ങൾ. ദുനിയാവിൽ അള്ളാഹു ഇബാദത്തുമായി ബന്ധപ്പെട്ട സന്തോഷം നൽകുന്നു. പരലോകത്ത് ആ ഇബാദത്തുകളുമായി ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നു. അതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സന്തോഷം. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമളാനിലെ ഒരു മാസക്കാലത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മോട് ഉദ്ദേശിച്ച കാര്യം അത്തഖ്വ ലഅല്ലകും തത്തഖൂൻ എന്നതാണ്. ആ തഖ്വ പാലിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ സുഖം എന്നുള്ളത്. അള്ളാഹു അതാവിന്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുത്തഖീങ്ങൾക്കാണ്, തഖ്വ പാലിച്ച ആളുകൾക്കാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ തഖ്വ പാലിച്ച ആളുകൾ അവർ അരുവികളിലും സ്വർഗ പൂന്തോപ്പുകളിലുമായിരിക്കും. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, നിർഭയത്വത്തോടുകൂടി, ഒരു പേടിയും പേടിക്കാതെ, ഒരു ഭയപ്പാടുമില്ലാതെ സന്തോഷകരമായി സുരക്ഷിതരായിക്കൊണ്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവരോട് പറയപ്പെടും. അതാ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവർ പ്രവേശിക്കും മുഅ്മിനീങ്ങൾ. ലഹും ഫീഹാ മാ യശാഊൻ, ആ സ്വർഗത്തിൽ അവർ ഇച്ഛിക്കുന്നതെല്ലാം ഉണ്ടാകും, അവർ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടാകും, അവർക്ക് എന്താണോ മനസ്സിന് ആഗ്രഹമുള്ളത് അതെല്ലാം ഉണ്ടാകും. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ, അപ്രകാരമാണ് മുത്തഖീങ്ങൾക്ക് നാം പ്രതിഫലമായി നൽകുന്നത്. സഹോദരങ്ങളെ, ഒരു മാസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്നും ഉദ്ദേശിച്ചത് തഖ്വയാണ്. ആ തഖ്വ എന്നാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് അവന് കീഴുതുങ്ങലാണ്. അള്ളാഹു വിരോധിച്ച തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അള്ളാഹു കൽപ്പിച്ച ഏറ്റവും വലിയ ഒന്നാമത്തെ നിർബന്ധ ബാധ്യത എന്നത് റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവേ എന്ന് മാത്രം വിളിക്കേണ്ടവനാണ് ഒരു മുഅ്മിൻ. ആ റബ്ബിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യേണ്ടവനാണ് ഒരു മുഅ്മിൻ. അവന് മാത്രം സുജൂദ് നിർവഹിക്കേണ്ടവനാണ് ഒരു മുഅ്മിൻ. അവന് മാത്രമേ നേർച്ച വഴിപാടുകൾ നൽകാൻ പാടുള്ളൂ. അവന്റെ പേരിൽ മാത്രമേ ബലിയെറുക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ പേരിൽ അവന്റെ പേര് പിടിച്ചു മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം മുത്തഖീങ്ങൾ, തഖ്വ പാലിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് തൗഹീദ് പാലിക്കുന്നവരായിരിക്കും. അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ, പ്രിയമുള്ളവരെ, 5 നേരത്തെ നിസ്കാരങ്ങൾ, അതുപോലെ നിർബന്ധമാക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇത് പാലിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. നേരെ തിരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്. ആ വിലക്കിൽ നിന്ന് മാറി നിൽക്കേണ്ടവരുമാണ് മുത്തഖീങ്ങൾ. നോമ്പ് അത് നമ്മെ പരിശീലിപ്പിച്ചു കഴിഞ്ഞു. നോമ്പ് എന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നോമ്പ് കഴിഞ്ഞ് ശവ്വാലിലേക്ക് ഇതാ പ്രവേശിച്ച് റബ്ബിന് വേണ്ടി തക്ബീറുകൾ മുഴക്കി ഈ മുസല്ലയിൽ വന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും തഖ്വ പാലിക്കുന്നവരുടെ കൂട്ടത്തിലായിക്കൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. മുത്തഖീങ്ങൾ എന്ന ബിരുദം ലഭിച്ച ആളുകളായിരിക്കണം ഞാനും നിങ്ങളും. കാരണം നോമ്പെന്നത് ഒരു സംസ്കരണ പാഠശാലയാണ്. ജീവിതത്തിലുടനീളം ഈ തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തഖ്വ ആർജിച്ചുകൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം. അതുപോലെ സഹോദരങ്ങളെ, നോമ്പ് നമ്മെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു. നോമ്പിന്റെ സമയത്ത് വിശപ്പും ദാഹവും ഉണ്ടെങ്കിലും, പട്ടിണി ഉണ്ടെങ്കിലും, ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഒരു നോമ്പുകാരനും നോമ്പ് മുറിക്കുന്ന ഒരു കാര്യവും ചെയ്യാറില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എനിക്കും നിങ്ങൾക്കും പാലിക്കാനുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സദാസമയം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആര് കണ്ടില്ലെങ്കിലും, ആര് കേട്ടില്ലെങ്കിലും, ആര് നമ്മെ അറിഞ്ഞില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നു, എന്റെ റബ്ബ് എന്നെ അറിയുന്നു. ആ റബ്ബിന്റെ നോട്ടം എന്റെ മുകളിലുണ്ട്. അവൻ നിരീക്ഷകനാണ്, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്, അവൻ റഖീബാണ് എന്ന് സഹോദരങ്ങളെ നോമ്പ് നമ്മെ പരിശീലിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ആർജിച്ചെടുത്ത കാര്യങ്ങൾ നോമ്പ് കഴിഞ്ഞാലും അഥവാ
വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ ഉറപ്പായത് അഥവാ മരണം വരുന്നത് വരേക്കും ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നോമ്പിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട ഗുണപാഠം. ഇത് ലഭിച്ചവരായിക്കൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ഈ ഈദ് മുസല്ല വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതുപോലെ സഹോദരങ്ങളെ, തഖ്വ പാലിച്ച ആളുകളുടെ അടയാളമായി അള്ളാഹു അറിയിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഈ ഇന്ന് നാട്ടിൽ ചർച്ചയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. കൊലപാതകങ്ങളാവട്ടെ, ലഹരിയാവട്ടെ, അവിഹിത ബന്ധങ്ങളാവട്ടെ, ഒളിച്ചോട്ടമാവട്ടെ, പ്രണയമാവട്ടെ, എന്തുമാവട്ടെ, പ്രിയമുള്ളവരെ, ഇതിനെല്ലാമുള്ള ചികിത്സ ഈ പറഞ്ഞ തഖ്വയാണ്. അതിനെ ആ പറഞ്ഞ കാര്യങ്ങൾ ചികിത്സിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് അതിലേക്ക് എത്താതിരിക്കാനുള്ള മാർഗം ഈ തഖ്വയാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ് നാം. ആ റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടവരാണ് നാം. റബ്ബിനെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കൗൺസിലിംഗ് ക്ലാസിന്റെയും ആവശ്യം നമുക്കില്ല. കാരണം തഖ്വ പാലിക്കുന്ന ആളുകളായി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ എല്ലാ തിന്മകളിൽ നിന്നും നമുക്കുള്ള രക്ഷയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നിശ്ചയദാർഢ്യത്തോടെ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ സ്വരുക്കൂട്ടിയവരായിക്കൊണ്ട് നാളേക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തിക്കൊണ്ട് ഈ റമദാൻ കഴിഞ്ഞ ദിവസം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, നോമ്പ് നമുക്ക് നൽകിയ ഈ തഖ്വ എന്നുള്ളത്, നമ്മുടെ ഇബാദത്തുകൾ എന്നുള്ളത് മരണം വരെ എന്ന് പറഞ്ഞു. അതെ, നിസ്കാരം ജമാഅത്ത് ഇനിയുമുണ്ട്, നിസ്കാരം ഇനിയുമുണ്ട്, രാത്രി നിസ്കാരം ഇനിയുമുണ്ട്, ഖുർആൻ പാരായണവും ദിക്റും നോമ്പും ഇനിയുമുണ്ട്. നാളെ മുതൽ ഇനി നമുക്ക് ശവ്വാലിലെ 6 നോമ്പ് എടുക്കാനുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിക്കുന്നില്ല. ആ ഇബാദത്ത് കൊണ്ട് മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ, ആഹ്ലാദമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. അതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. അത് സ്വരുക്കൂട്ടിയവരായിക്കൊണ്ട്, അത് മുതലെടുത്തവരായിക്കൊണ്ട് ആയിരിക്കണം പ്രിയമുള്ളവരെ ഈ ശവ്വാലിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ജീവിക്കേണ്ടത്. അതുപോലെ പ്രിയമുള്ളവരെ, ഈ സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കേണ്ടവരാണ്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ തക്ബീർ അത് മുഴക്കിക്കൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന ആ വാക്ക്, അതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കണം. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളോ എന്റെ ഇച്ഛകളോ അല്ല, മറിച്ച് റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അതാണ് എനിക്ക് ഏറ്റവും വലുത്, റബ്ബാണ് ഏറ്റവും വലുത് എന്ന ആ ഉറച്ച നിശ്ചയദാർഢ്യം, ആ തീരുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അത് നന്ദി കാണിക്കലിന്റെ ഭാഗമാണ്, അത് അള്ളാഹുവിനുള്ള നന്ദിയുടെ ഭാഗമാണ്. അതുപോലെ സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ചില കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ സുദിനത്തിൽ അൽഹംദുലില്ലാ നമ്മൾ നിർഭയരായി ഈ പറഞ്ഞ മുസല്ലയിൽ, ഈദ് മുസല്ലയിൽ ഒരുമിച്ചു റബ്ബിന് സുജൂദ് ചെയ്തു, നിസ്കാരം നിർവഹിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, നല്ല സന്തോഷത്തിലാണ് അൽഹംദുലില്ലാ. ഈ ദിവസങ്ങളിലും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗികളായ ആളുകളുണ്ട്, ആശുപത്രികളിൽ ഉള്ള ആളുകളുണ്ട്. അതുപോലെ പല നാടുകളിലും മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഫലസ്തീനിൽ, ഗസയിൽ, അതുപോലെയുള്ള നാടുകളിൽ പലരുമുണ്ട്. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിന്റെ നിഅമത്താണ് നമുക്ക് ഈ നൽകിയിട്ടുള്ളത്. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചു, ഇതില്ലാതെ പെരുന്നാൾ കഴിഞ്ഞു പോയ ആളുകളുണ്ട്. ആ കാര്യം പ്രിയമുള്ളവരെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ചോദിക്കും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, ഈ പറഞ്ഞ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതുപോലെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മക്കൾ, അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വർദ്ധിച്ചു വരുന്ന ഫിത്നകൾ, കുഴപ്പങ്ങൾ, ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതല്ലാതെ, തഖ്വയല്ലാതെ, റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നു എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ നമ്മെ രക്ഷപ്പെടുത്താൻ. അതുപോലെ പ്രത്യേകമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറയാറുണ്ടായിരുന്നു, ഈദിന്റെ ദിവസത്തിൽ അയ്യുഹന്നാസ് തസദ്ദഖു, ജനങ്ങളോട് മൊത്തമായി പറയും, നിങ്ങൾ സ്വതക്ക നൽകുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്ത്രീകളോട് പ്രത്യേകമായി ഉപദേശം നൽകും. യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന, അല്ലയോ സ്ത്രീ സമൂഹമേ, നിങ്ങൾ സ്വതക്ക നൽകുക. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ, തീർച്ചയായും നരകത്തിൽ അധികവും നിങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, അതുപോലെ പെൺമക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് നൽകിയ താക്കീതാണിത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ, ന്യൂനതകൾ പിണയുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുകൊണ്ട് അവരോട് പ്രത്യേകം സ്വതക്ക നൽകി പുണ്യം നൽകാൻ, പൊതുവെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ബന്ധങ്ങൾ അത് ഊഷ്മളമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കുടുംബ സന്ദർശനം, കുടുംബബന്ധം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെയ്തിരുന്ന മഹത്തായ ആശംസകൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നത് പ്രിയമുള്ളവരെ പരസ്പരം ആശംസിക്കാവുന്നതാണ്. അഥവാ അതിന്റെ അർത്ഥം അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നാണ്. സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്ത് ഈ മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരസ്പരം പ്രാർത്ഥിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന അത് സഹോദരങ്ങളെ ഉണ്ടാവേണ്ടതാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞതിന്റെ എല്ലാം ചുരുക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ നൽകിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. റബ്ബിന്റെ നിഅമത്ത്, അനുഗ്രഹം, അതിന് ജീവിതത്തിലുടനീളം നന്ദി കാണിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മരണസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അതുപോലെ ഭയപ്പെടേണ്ടതില്ല എന്നവർ സന്തോഷ വാർത്ത അറിയിക്കും. ആ സന്തോഷത്തിലായിക്കൊണ്ട് മരിച്ചു പോവാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. അഥവാ ജീവിതത്തിലുടനീളം റബ്ബുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട് അതിലായി അങ്ങനെ മരിച്ചു പോവലാണ് പ്രിയമുള്ളവരെ സന്തോഷം. അതിന്റെ അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗം, സ്വർഗത്തിലെ സുഖാനുഭൂതി, റബ്ബിനെ കണ്ടുമുട്ടുക എന്ന കാര്യം, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ന്യൂനതകൾ, കുറവുകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ നോമ്പും നിസ്കാരവും രാത്രി നിസ്കാരവും എല്ലാ സ്വതഖകളും എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ, സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ പ്രിയമുള്ളവരെ, നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന ആ രംഗം, അതിന്റെ ഭയാനകത, അതിന്റെ ഭീകരത, ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. تقبل الله منا ومنكم.